ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജൂൺ 19 വായനാ ദിനവുമായി ബന്ധപ്പെട്ട് LP, UP, HS വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ക്വിസ് മത്സരത്തിന് ഉപകാരപ്പെടുന്ന 160 ചോദ്യങ്ങളുമായിട്ടാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ വീഡിയോ മുഴുവൻ പഠിച്ചാൽ എന്തായാലും നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. എന്നാണ് വായനാ ദിനം ആചരിക്കുന്നത്? ജൂൺ 19. ആരുടെ ഓർമ്മക്കായാണ് വായനാ ദിനം ആചരിക്കുന്നത്? PN പണിക്കർ. വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം? 1996. PN പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? പുതുവായിൽ നാരായണ പണിക്കർ. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? PN പണിക്കർ. PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? നീലംപേരൂർ, ആലപ്പുഴ. എഴുത്തച്ഛൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരൂർ, തുഞ്ചൻ പറമ്പ്, മലപ്പുറം. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? എഴുത്തച്ഛൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം? സാഹിത്യലോകം. രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയതാര്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ജൂൺ 19 മുതൽ ഏത് ദിവസം വരെയാണ് ആചരിക്കുന്നത്? ജൂൺ 25. PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയതെന്ന്? 2004 ജൂൺ 19. ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത്? ഗ്രീക്ക് സാഹിത്യം. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ്? ഉണ്ണുനീലി സന്ദേശം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ആരുടേതാണ് ഈ വരികൾ? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രം ഏത്? ഗ്രന്ഥാലോകം. മാധവിക്കുട്ടിയുടെ ആത്മകഥ ഏത്? എൻ്റെ കഥ. അൽ അമീൻ പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നതാര്? എഴുത്തച്ഛൻ. കേരളത്തിന്റെ ഭരണഭാഷ ഏതാണ്? മലയാളം. PN പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോയുടെ അവാർഡ് ഏത്? ക്രൂപ്സ്കായ അവാർഡ്. നിർമാതളം പൂത്ത കാലം എന്നത് ആരുടെ കൃതിയാണ്? മാധവിക്കുട്ടി. ഏപ്രിൽ 23 ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് ആരുടെ ഓർമ്മക്കായാണ്? വില്യം ഷേക്സ്പിയറുടെ. അദ്ദേഹത്തിന്റെ ജനനവും മരണവും അന്നാണ്. യുദ്ധവും സമാധാനവും എന്ന വിഖ്യാത ഗ്രന്ഥം എഴുതിയതാര്? ലിയോ ടോൾസ്റ്റോയ്. ഗ്രീക്ക് സാഹിത്യത്തിലെ ഇതിഹാസങ്ങൾ ആരൊക്കെ? ഒഡീസി, ഇലിയഡ്. മലയാളത്തിലെ ആദ്യ ചെറുകഥ ഏത്? വാസനാവികൃതി. വാസനാവികൃതി എന്ന ചെറുകഥ രചിച്ചതാരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ, 1891. ബാലമുരളി എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയതാര്? ONV കുറുപ്പ്. PN പണിക്കർ അന്തരിച്ചത് എന്നാണ്? 1995 ജൂൺ 19. ഓമന തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ചതാര്? ഇരയിമ്മൻ തമ്പി. കുറ്റിപ്പെൻസിൽ എന്ന കൃതി രചിച്ചതാര്?
കുഞ്ഞുണ്ണി മാഷ്. കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ. എൻ്റെ ജീവിതം എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ ഗാന്ധിജി. സാരേ ജഹാം സേ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ഏത് ഭാഷയിലാണ്? ഉറുദു. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക ആരുടെ വാക്കുകൾ? PN പണിക്കർ. കുമാരനാശാന്റെ വീണപ്പൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏതു പ്രസിദ്ധീകരണത്തിൽ? മിതവാദി. 1972 നിരൂപണം സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ഡനാഗദർപ്പണം എന്ന കൃതി രചിച്ചതാര്? NN പിള്ള. കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ പുസ്തകശാലകളുടെ പേര്? നാഷണൽ ബുക്ക് സ്റ്റാൾ. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിൽ ഓതാം ഞാൻ ആരുടെ വാക്കുകൾ? കുഞ്ഞുണ്ണി മാഷ്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകാളി നിങ്ങളെത്താൻ ആരുടെ വരികൾ? കുമാരനാശാൻ. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത എഴുതിയതാര്? ചെമ്മനം ചാക്കോ. മലയാളത്തിലെ ആദ്യ നോവൽ ഏത്? കുന്തലത. PN പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച ഗ്രന്ഥശാലയുടെ പേര്? സനാതനധർമ്മം. മലയാള സാഹിത്യത്തിലെ അമ്മ എന്നറിയപ്പെടുന്നത്? ബാലാമണിയമ്മ. വാസ്തുഹാര എന്ന ചെറുകഥയുടെ രചയിതാവ്? ശ്രീരാമൻ. ഇന്ത്യയിൽ സാഹിത്യത്തിന് നൽകുന്ന പരമോന്നത പുരസ്കാരം? ജ്ഞാനപീഠം. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാര്? PC ഗോപാലൻ. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാര്? MK. ഹരിപ്രസാദ് ചൗരസ്യ ഏത് സംഗീതോപകരണത്തിലാണ് പ്രാവീണ്യം നേടിയത്? ഓടക്കുഴൽ. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? VV അയ്യപ്പൻ. മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണ ഗ്രന്ഥം ഏത്? വർത്തമാന പുസ്തകം. വർത്തമാന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? പാറമേക്കൽ തോമാ കത്തനാർ. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏതാണ്? വീണപ്പൂവ്. ബാലാമണിയമ്മയുടെ പ്രഥമ കൃതി ഏത്? കൂപ്പുകൈ. കേരള ശാകുന്തളം എന്ന് വിശേഷിക്കപ്പെടുന്നത്? നളചരിതം ആട്ടക്കഥ. വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ച ശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥ? യാ ഇലാഹി. കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏതാണ്? ദേശസേവിനി ഗ്രാമീണ വായനശാല, എറണാകുളം. കുറത്തി എന്ന കവിതയുടെ രചയിതാവ് ആര്? കടമ്മനിട്ട. പ്രിയപ്പെട്ടവരെ, തിരിച്ചു വരാൻ വേണ്ടി യാത്ര ആരംഭിക്കുന്നു എന്ന വരികളോടെ അവസാനിക്കുന്ന പ്രമുഖ മലയാള നോവൽ? അസുരവിത്ത്, MT വാസുദേവൻ നായർ. മലയാള ഭാഷയിൽ ആദ്യമായി ആത്മകഥ എഴുതിയതാര്? വൈക്കത്ത് പാച്ചുമുത്ത്. മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഏതാണ്? ഉണ്ണുനീലി സന്ദേശം. ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാളത്തിലെ നോവൽ? അഗ്നിസാക്ഷി. 1829 കേരളത്തിലെ ആദ്യത്തെ പൊതുവായനശാല തിരുവനന്തപുരത്ത് ആരംഭിച്ചതാര്? സ്വാതി തിരുനാൾ. വായിക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിലുള്ള മുസ്ലിങ്ങളുടെ പുണ്യഗ്രന്ഥമേത്? വിശുദ്ധ ഖുർആൻ. കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാര്? ജോർജ് വർഗീസ്.
തൻ്റെ ഡയറി കുറിപ്പുകളിലൂടെ നാസി ഭീകരതയെ വിവരിച്ച ലോകപ്രശസ്തയായ പെൺകുട്ടി ആൻ ഫ്രാങ്ക്. അപ്പുക്കിളി ഏത് നോവലിലെ കഥാപാത്രമാണ്? ഖസാക്കിൻ്റെ ഇതിഹാസം. കഥയില്ലാത്തവൻ്റെ കഥ എന്ന ആത്മകഥ ആരുടേത്? എൻ പാലൂർ. നാലപ്പാട്ട് നാരായണ മേനോൻ എഴുതിയ വിലാപകാവ്യം ഏത്? കണ്ണുനീർ തുള്ളി. കേരള ഗ്രന്ഥശാലാ ദിനം എന്നാണ്? സെപ്റ്റംബർ 14. ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? SR രംഗനാഥൻ. മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നതാരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. കാക്കേ കാക്കേ കൂടെവിടെ എന്ന് തുടങ്ങുന്ന ബാലസാഹിത്യ കവിത എഴുതിയ മഹാകവി? ഉള്ളൂർ S. പരമേശ്വരയ്യർ. ശക്തിയുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്നതാരെ? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ നാടകം ഏതാണ്? കഥാബീജം. ഇവനെക്കൂടി എന്ന കവിത രചിച്ചതാരാണ്? സച്ചിദാനന്ദൻ. ദേശീയ ലൈബ്രറിയൻ ദിനം എന്നാണ്? ഓഗസ്റ്റ് 12. SR രംഗനാഥൻ്റെ ജന്മദിനം. ബൈബിൾ കഥയിൽ നിന്നും ഇതിവൃത്തം സ്വീകരിച്ചുകൊണ്ട് വള്ളത്തോൾ രചിച്ച ഖണ്ഡകാവ്യം? മഗ്ദല മറിയം. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? വാസനാവികൃതി. ഇവനെക്കൂടി എന്ന കവിത ആരെക്കുറിച്ചുള്ളതാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. എൻ്റെ നാടുകടത്തൽ ഇത് ആരുടെ ആത്മകഥാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അധ്യാപക കഥാകൃത്ത് എന്നറിയപ്പെടുന്നത് ആര്? കാരൂർ നീലകണ്ഠപിള്ള. അവകാശികൾ എന്ന നോവൽ രചിച്ചത് ആരാണ്? വിലാസിനി MK മേനോൻ. കണ്ണൻ എന്ന കാള കഥാപാത്രമുള്ള ചെറുകഥ ഏത്? ശബ്ദിക്കുന്ന കലപ്പ. നളചരിതം ആട്ടക്കഥ ആരാണ് രചിച്ചത്? ഉണ്ണായി വാര്യർ. ഇന്ദുലേഖ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര്? ഡ്യുമർഗ്. കാളിദാസനെ നായകനാക്കി ഉജ്ജയിനി എന്ന കവിത രചിച്ചതാര്? ONV കുറുപ്പ്. കേരളത്തിലെ പക്ഷികൾ എന്ന കൃതി രചിച്ചതാര്? ഇന്ദുചൂടൻ. മലയാളത്തിൽ സിനിമയാക്കപ്പെട്ട ആദ്യ നോവൽ ഏത്? മാർത്താണ്ഡവർമ്മ. കേരള രാമം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കൃതി ഏത്? ഹോർത്തൂസ് മലബാറിക്കസ്. ചിരസ്മരണ എന്ന നോവലിൻ്റെ രചയിതാവ്? നിരഞ്ജന. വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാര്? വള്ളത്തോൾ നാരായണ മേനോൻ. ഒരു തൊഴിലാളി കഥാപാത്രമാവുന്ന മലയാളത്തിലെ ആദ്യ നോവൽ? ഓടയിൽ നിന്ന്. മായൻ എന്ന കഥാപാത്രം ഉറൂബിൻ്റെ ഏത് നോവലിലാണ്? ഉമ്മാച്ചു. ബുദ്ധൻ കഥാപാത്രം ആവുന്ന കുമാരനാശാൻ്റെ കൃതി? ചണ്ഡാല ഭിക്ഷുകി. നാം മുന്നോട്ട് എന്ന കൃതി രചിച്ചതാര്? KP കേശവമേനോൻ. ചിരുതയും ചാത്തനും തകഴി രചിച്ച ഏത് നോവലിലെ കഥാപാത്രങ്ങളാണ്? രണ്ടിടങ്ങഴി. ദേവകി മാനമ്പിളി ഏത് നോവലിലെ പ്രധാന കഥാപാത്രമാണ്? അഗ്നിസാക്ഷി. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ്? പാട്ടബാക്കി. K. ദാമോദരൻ.
മലയാളത്തിലെ ആദ്യ സ്ത്രീപക്ഷ കാവ്യം ഏതാണ്? ചിന്താവിഷ്ടയായ സീത, കുമാരനാശാൻ. സുമംഗല എന്ന തൂലികാനാമം ആരുടേതാണ്? ലീലാ നമ്പൂതിരിപ്പാട്. സാഹിത്യത്തിന് നോബൽ സമ്മാനം നേടിയ യൂറോപ്യൻ അല്ലാത്ത ആദ്യത്തെ വ്യക്തി, അതായത് ഏഷ്യക്കാരനിൽ ആദ്യ വ്യക്തി, രവീന്ദ്രനാഥ ടാഗോർ, 1913. വയലാർ ഗർജിക്കുന്നു എന്ന കവിതയുടെ രചയിതാവ് ആര്? പി. ഭാസ്കരൻ. കേസരി എന്ന പത്രത്തിലൂടെ ശ്രദ്ധേയനായ സാഹിത്യകാരൻ ആരാണ്? കേസരി എ. ബാലകൃഷ്ണപിള്ള. വിഷാദത്തിൻ്റെ കവയിത്രി എന്ന് വിളിക്കുന്നതാര്? സുഗതകുമാരി. കാവ്യലോക സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി ഏതാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. എതിർപ്പിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പി. കേശവദേവ്. രാജ്യസഭയിൽ അംഗമായ ആദ്യ മലയാള കവി ആരാണ്? ജി. ശങ്കരക്കുറുപ്പ്. ഏത് സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ചിരസ്മരണ എന്ന നോവൽ എഴുതിയത്? കയ്യൂർ സമരം. മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? 1891. കാബൂളിവാല എന്ന പ്രശസ്തമായ കഥ ആരാണ് എഴുതിയത്? രവീന്ദ്രനാഥ ടാഗോർ. ഏത് രാജാവിനെ ഉറക്കാനാണ് ഇരയിമ്മൻ തമ്പി ഓമന തിങ്കൾ കിടാവോ എന്ന പാട്ട് എഴുതിയത്? സ്വാതി തിരുനാൾ. മൗഗ്ലിയെ കേന്ദ്ര കഥാപാത്രമാക്കി റുഡ്യാർഡ് കിപ്ലിംഗ് രചിച്ച പ്രസിദ്ധ കൃതി ഏതാണ്? ജംഗിൾ ബുക്ക്. ഡ്രാക്കുള എന്ന കഥാപാത്രത്തിനെ സൃഷ്ടിച്ച എഴുത്തുകാരൻ ആരാണ്? ബ്രാം സ്റ്റോക്കൽ. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ബ്രിട്ടീഷ് എഴുത്തുകാരൻ ആരാണ്? റുഡ്യാർഡ് കിപ്ലിംഗ്, 1907. മലയാളത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരം. പഞ്ചതന്ത്രം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? വിഷ്ണു ശർമ്മ. എല്ലാ തത്വശാസ്ത്രവും ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുന്ന തത്വശാസ്ത്രമാണ് മനുഷ്യൻ്റേത്. ആരുടെ വാക്കുകൾ? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 3 ആത്മകഥകൾ എഴുതിയ ഒരേയൊരു കവി ആരാണ്? പി. കുഞ്ഞിരാമൻ നായർ. ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. തകഴി ശിവശങ്കരപിള്ളയുടെ കുട്ടനാടൻ കർഷക തൊഴിലാളികളുടെ കഥ പറയുന്ന നോവൽ ഏതാണ്? രണ്ടിടങ്ങഴി. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ആത്മകഥ ഏതാണ്? എൻ്റെ നാടുകടത്തൽ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥ. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ പ്രഥമ വനിത ആരാണ്? സൽമ ലാഗർ ലോഫ്. വിക്ടർ യുടെ പ്രശസ്തമായ രചന? പാവങ്ങൾ. ഏത് വിഖ്യാതമായ സാഹിത്യകാരൻ്റെ ഭവനമായിരുന്നു യാസ്നയ പോളിയാന? ലിയോ ടോൾസ്റ്റോയ്. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. ഇതാരുടെ വാക്കുകൾ? കടമ്മനിട്ട രാമകൃഷ്ണൻ. ഏതു ഭാഷയിലാണ് വാൽമീകി രാമായണം രചിച്ചത്? സംസ്കൃതം. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാണ്? രാജ്യസമാചാരം. ഇന്ത്യയിലെ ആദ്യത്തെ ബാലമാസിക ഏതാണ്?
ദിഗ്ദർശന. ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കൃതി രചിച്ചതാര്? NV കൃഷ്ണവാര്യർ. കേരളത്തിലെ അക്ഷര നഗരം എന്നറിയപ്പെടുന്നത്? കോട്ടയം. ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥ ഏതാണ്? ആത്മകഥക്ക് ഒരാമുഖം. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം, തിരക്കഥയ്ക്കുള്ള ഓസ്കാർ എന്നിവ നേടിയിട്ടുള്ള എഴുത്തുകാരൻ ആര്? ജോർജ് ബെർണാഡ് ഷാ. ഗാന്ധിജിയുടെ മുന്നിൽ നിന്ന് ഗാന്ധിജിയെ പറ്റി കവിത എഴുതിയ സാഹിത്യകാരൻ ആരാണ്? SK പൊറ്റക്കാട്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? തൃശ്ശൂർ. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം ഏതാണ്? എറണാകുളം. നൈറ്റ് ഡയറി എന്ന പുസ്തകം എഴുതിയതാര്? SK പൊറ്റക്കാട്. മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം എന്നറിയപ്പെടുന്നത്? രാമചന്ദ്രവിലാസം. ലളിതാംബിക അന്തർജനം രചിച്ച ഏക നോവൽ? അഗ്നിസാക്ഷി. കുമാരനാശാന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം ഏതാണ്? ആശാൻ പുരസ്കാരം. പൂർക്കോത്ത് രാമുണ്ണി നായർ ഏതു തൂലികാനാമത്തിലാണ് അറിയപ്പെടുന്നത്? സഞ്ജയൻ. വയലാർ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം? 1977. മലയാളത്തിലെ ആദ്യ നിഘണ്ടു നിർമ്മിച്ചത് ആര്? ഹെർമൻ ഗുണ്ടട്ട്. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. മലയാളത്തിലെ ആദ്യ കളർ ചലച്ചിത്രം ഏതാണ്? കണ്ടം വെച്ച കോട്ട്. 1961. വള്ളത്തോൾ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ഏതാണ്? 1991. ഹ്യൂഗീറ്റ എന്ന പ്രശസ്ത ചെറുകഥയുടെ രചയിതാവ് ആര്? NS മാധവൻ. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 11. വരിക വരിക സഹചരി എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആര്? അംഷി നാരായണപിള്ള. കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. KP കേശവമേനോന്റെ ആത്മകഥയുടെ പേര്? കഴിഞ്ഞ കാലം. ഓർമ്മകളുടെ അറകൾ ആരുടെ ആത്മകഥയാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ഇത് ഭൂമിയാണ് എന്ന നാടകം രചിച്ചത് ആര്? KT അഹമ്മദ്. വയലാർ അവാർഡ് സമ്മാനിക്കുന്നത് ഏത് ദിവസമാണ്? ഒക്ടോബർ 27, വയലാറിൻ്റെ ചരമദിനത്തിൽ. ജ്ഞാനപ്പാന രചിച്ചത് ആരാണ്? പൂന്താനം. ദാർശനിക കവി എന്നറിയപ്പെടുന്നത് ആര്? G. ശങ്കരക്കുറുപ്പ്. കണ്ണുനീർ തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചത് ആരാണ്? നാലപ്പാട്ട് നാരായണ മേനോൻ. നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.